ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു മുല്ലാക്കഥയാണ് പറയാൻ പോകുന്നത്. കിട്ടുന്നതിൻ്റെ പാതി. തുർക്കിയിലെ രാജാവ് വളരെ ദയാലുവായിരുന്നു. സാധാരണക്കാർക്ക് പോലും കൊട്ടാരത്തിലെത്തി രാജാവിനെ കാണാമായിരുന്നു. അദ്ദേഹത്തെ കാണാനെത്തുന്ന സന്ദർശകർ ഏതെങ്കിലും സന്തോഷ വർത്താനവുമായാണ് എത്തുന്നതെങ്കിൽ അവർക്ക് പ്രത്യേകം സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു. ഒരു ദിവസം മുല്ല നാസറുദ്ദീൻ രാജാവിനെ കാണാൻ പുറപ്പെട്ടു. പക്ഷേ കൊട്ടാരം കാവൽക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു. എങ്ങോട്ടാ? അയാൾ ചോദിച്ചു. എനിക്ക് മഹാരാജാവിനെ കാണണം. നല്ല വാർത്തകൾ അദ്ദേഹത്തെ അറിയിച്ചാൽ സമ്മാനം കിട്ടുമല്ലോ, മുല്ല പറഞ്ഞു. അത് ശരി തന്നെ. ഞാൻ നിങ്ങളെ കടത്തിവിട്ടാൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടും. എനിക്കെന്താണ് ഗുണം? അയാൾക്ക് അറിയേണ്ടത് അതാണ്. താങ്കൾക്ക് എന്താണ് വേണ്ടത്? മുല്ല ചോദിച്ചു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് കിട്ടുന്നതിൽ പകുതി എനിക്ക് തരാമെങ്കിൽ കടത്തിവിടാം, കാവൽക്കാരൻ പറഞ്ഞു. മുല്ല അത് സമ്മതിച്ചു. അദ്ദേഹം കൊട്ടാരത്തിനകത്ത് കടന്ന് രാജാവിനെ മുഖം കാണിച്ചു. തിരുമേനിയുടെ ഭരണത്തിൽ എല്ലാവരും സന്തുഷ്ടരാണ് എന്ന വർത്തമാനം ഉണർത്തിച്ചു. രാജാവിന് സന്തോഷമായി. വളരെ നന്ദി, രാജാവ് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് സമ്മാനമാണ് നാം നൽകേണ്ടത്? ചോദിച്ചുകൊള്ളൂ, രാജാവ് മുല്ലയോട് പറഞ്ഞു. തിരുമേനി, അടിയന് 50 അടി സമ്മാനമായി കിട്ടിയാൽ മതി. രാജാവ് അത്ഭുതപ്പെട്ടു പോയി. സമ്മാനമായി 50 അടിയോ? എന്നാലും ചോദിച്ചതല്ലേ? അദ്ദേഹം പടയാളികളെ വിളിച്ച് നാസറുദ്ദീൻ മുല്ലയ്ക്ക് 50 അടി നൽകാൻ കൽപ്പിച്ചു. പടയാളികൾ ചാട്ടയുമായി എത്തി മുല്ലയെ അടിക്കാൻ തുടങ്ങി. 1, 2, 3 അങ്ങനെ 25 അടി കഴിഞ്ഞപ്പോൾ മുല്ല വിളിച്ചു പറഞ്ഞു, ദയവ് ചെയ്ത് നിർത്തണേ, ബാക്കിയുള്ള 25 അടി ആ കൊട്ടാരം കാവൽക്കാരനുള്ളതാണ്. അതെന്താ അങ്ങനെ? രാജാവ് ചോദിച്ചു. മുല്ല നടന്നതെല്ലാം ഉണർത്തിച്ചു. കൊട്ടാരം കാവൽക്കാരനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് 25 അടി നൽകാൻ രാജാവ് പടയാളികളോട് ആജ്ഞാപിച്ചു. മാത്രമല്ല അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. നാസറുദ്ദീൻ മുല്ലയുടെ ബുദ്ധി സാമർഥ്യത്തിൽ മതിപ്പ് തോന്നിയ രാജാവ് അദ്ദേഹത്തിന് 1 കിഴി സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചു. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് എല്ലാം കാണുവാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. ബൈ.